ഗൈസ്, നിങ്ങൾക്ക് എത്ര പേർക്ക് നീന്താൻ അറിയാം? എനിക്ക് നീന്താൻ അറിയില്ല. എനിക്ക് നീന്താൻ പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം മൂത്ത് ഞാൻ ചെറിയ കുട്ടിയാന്ന് എന്ത് ചെയ്തെന്നറിയോ, നീന്താൻ പഠിക്കാൻ വേണ്ടി പോയി. എവിടെ? ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള കോട്ടപ്പുഴയിൽ. എൻ്റെ അച്ഛനമ്മയൊക്കെ നീന്തും, അപ്പൊ എനിക്ക് നീന്തണല്ലോ. ഞാൻ നീന്താൻ പഠിക്കാൻ പോയി. കുഞ്ഞു വെള്ളത്തിലൊക്കെ തത്തിപ്പടയ്ക്ക് ശ്രമിക്കും, പക്ഷെ നടക്കൂല. ഒരു ദിവസം ഞാൻ എന്ത് ചെയ്തു, ഒരു മുട്ടറ്റം വലിപ്പമുള്ള വെള്ളത്തിൽ അന്ന് ചെറിയ കുട്ടിയായെന്ന് നീന്താൻ ശ്രമിച്ചു. അതിന്റെ ഭാഗമായി ഞാനൊന്ന് മുങ്ങിപ്പോയി. ചെവിയിലും മൂക്കിലും ഒക്കെ അങ്ങ് വെള്ളം കയറി. ഞാനിങ്ങനെ കിളി പോയി ഇങ്ങനെ നിന്നപ്പോൾ എൻ്റെ അച്ഛൻ എന്ത് ചെയ്തെന്ന് അറിയും, എന്നെ ഇങ്ങനെ പിടിച്ചു നിർത്തി ഒറ്റ അടികൾ തന്നു. അതോടുകൂടിയാണ് നീന്തൽ പഠനം അവിടെ അവസാനിച്ചു. പക്ഷേ അവിടെ ഒന്നുമല്ല ട്വിസ്റ്റ്. ഞങ്ങൾക്ക് 4ാം ക്ലാസ് ഒരു സ്കൂൾ, 4ാം ക്ലാസ് കഴിഞ്ഞിട്ട് വേറെ സ്കൂളാണ്. അപ്പോൾ ഞങ്ങൾക്ക് 4ാം ക്ലാസ് കുട്ടിക്ക് ഫെയർവെൽ ഉണ്ട്. ഫെയർവെല്ലിന് ഞാൻ ഫ്രണ്ട് ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ എൻ്റെ ക്ലാസ്സിലൊരു കുട്ടി, അവൻ എന്നെ ചതിച്ചു. എൻ്റെ അനുഭവമാണ് അവൻ അനുഭവമായിട്ട് പറഞ്ഞത് ഗൈസ്. എൻ്റെ അനുഭവം എന്താണെന്നറിയോ, ഞങ്ങൾക്ക് 4ാം ക്ലാസ്സിൽ ടൂർ ഉണ്ടായിരുന്നു. കോട്ടക്കുന്ന് വാട്ടർ തീം പാർക്കിലേക്ക് ടൂർ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് വാട്ടർ തീം പാർക്കിലൊക്കെ പോണത്. അത് കുഞ്ഞു വാട്ടർ തീം പാർക്ക് എപ്പോൾ അവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. അപ്പൊ അതിൽ സ്ലൈഡ് ഉണ്ട്, ഇങ്ങനെ പരന്നുള്ള സ്ലൈഡാണ്. അപ്പൊ അതിൽ ഇങ്ങനെ നേരെ ഇങ്ങനെ ഇരുന്ന് നേരെ നിരങ്ങി പോണ സ്ലൈഡാണ്. പക്ഷേ ഞാൻ ഇരുന്നപ്പോൾ എൻ്റെ ബാക്കിൽ ഒരു കൊച്ചങ്ങ് ചവിട്ടി. അതോടുകൂടി ഞാൻ ഇങ്ങനെയാണ് വീഴുന്നത് വെള്ളത്തേക്ക്. ഞാൻ ബാക്കോട്ട് തിരിഞ്ഞാണ് വെള്ളത്തേക്ക് വീണത്. നീന്താൻ അറിയണമെന്നൊന്നും ഞാൻ ആലോചിക്കുന്നില്ല. ഞാനങ്ങോട്ട് വീണ്. പിന്നെ തത്തിപ്പടയ്ക്കാൻ തുടങ്ങി, ചെവിയിൽ മുക്കിൽ വെള്ളം കയറാൻ തുടങ്ങി, ആകെ അന്താളിപ്പേന്ന്. അപ്പോൾ ഒരു മദാമയുടെ എങ്ങാണ്ട് ഏതോ ഒരു പെണ്ണുപിള്ള എന്നെന്താട്ടി കൈ പിടിച്ച് നീപ്പിച്ച് അങ്ങോട്ട് നിർത്തി. എന്നിട്ട് അങ്ങ് പോയി ഞാൻ. പക്ഷെ നീച്ചു വന്നിട്ട് ഞാൻ ആദ്യം നോക്കി എൻ്റെ ക്ലാസ്സിലുള്ള ആരെങ്കിലും ഉണ്ടോ എന്നാണ്. ആരുമില്ല. അപ്പൊ ഒരു സമാധാനം, ഓക്കെ, ആരും കണ്ടിട്ടില്ല. പക്ഷേ എൻ്റെ ക്ലാസ്സിലെ ഈ പയ്യൻ ഫെയർവെല്ലിന് പറഞ്ഞ അനുഭവം ഇതാണ്. ഞാൻ വെള്ളത്തിൽ മുങ്ങിപ്പോയത് അവൻ കണ്ടുന്നു. അവന് രക്ഷപ്പെടുത്താതെ പറ്റിയില്ല അതെന്തോ അവൻ പറഞ്ഞു. ഞാൻ ആലോചിക്കാണ്, ഞാൻ ആ നിമിഷം ആലോചിച്ചേ, ഇവൻ ഇത് കണ്ടോ? ഞാൻ ആരും കണ്ടിട്ടില്ല എന്ന് വിചാരിച്ചല്ലേ. ഞാൻ ആരും കണ്ടിട്ടില്ല എന്നുള്ള പോലെയാണ് വീട്ടിലേക്കൊക്കെ വന്നത്. വീട്ടിലാരോടും ഞാൻ പറഞ്ഞിട്ടില്ല, കാരണം പറഞ്ഞാൽ പിന്നെ വേറെ ടൂർ പോകാൻ പറ്റൂലല്ലോ. അയ്യോ, ഇവൻ ഇതാണ് പറഞ്ഞത്. അത് എൻ്റെ അനുഭവം അല്ലടാ കുരിപ്പേ. പിന്നെ ഈ എന്തിനാണ് അത് പറഞ്ഞത്? ഞാൻ എപ്പോഴും വിചാരിക്കും, എന്നെ കാണുമ്പോൾ ഞാൻ വിചാരിക്കലുണ്ട് ചോദിച്ചാലോ, പിന്നെ എനിക്കും വേണ്ട. അയ്യോ, ഞാൻ ഈ വീഡിയോ കാണുന്നുണ്ട്, ഈ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ അതന്ന് പറഞ്ഞ എനിക്ക് ഓർമ്മ ഉണ്ടോന്ന്. എന്തിനാ അത് പറഞ്ഞു? അത് എൻ്റെ അനുഭവം അല്ലേ. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.